السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വധിക്കപ്പെട്ടുവെന്നും കുരിശിലേറ്റി എന്നുമൊക്കെയുള്ള വാദങ്ങൾ യഹൂദികളും അതുപോലെ തന്നെ വേറൊരർത്ഥത്തിൽ ക്രിസ്ത്യാനികളുമൊക്കെ വിശ്വസിക്കുകയും വാദിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും ഫഇന്നൽ ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു വലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ല ഇത്തിബാഅൽ ളന്ന് വമാ ഖതലൂഹു യഖീനാ ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി വകാന അല്ലാഹു അസീസൻ ഹകീമാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ അന്ത്യനാളിൽ വീണ്ടും ഇറങ്ങി വരും എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതേ അവസരത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വധിച്ചിട്ടുണ്ടെന്നും കുരിശിലേറ്റിയിട്ടുണ്ടെന്നും യഹൂദികളും അതുപോലെയുള്ള കക്ഷികളും പ്രചരിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടിയായി പറയുന്നു, വമാ ഖതലൂഹു, അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല, വമാ സ്വലബൂഹു, അദ്ദേഹത്തെ അവർക്ക് ക്രൂശിക്കാനും കഴിഞ്ഞിട്ടില്ല. വധിക്കുകയോ അതല്ലെങ്കിൽ പിന്നീട് ക്രിസ്ത്യാനികൾ വിശ്വസിക്കും പോലെ പിന്നീട് ശവക്കല്ലറയിൽ നിന്ന് എഴുന്നേറ്റിട്ട് വീണ്ടും കുരിശിലേക്ക്, അതല്ലെങ്കിൽ അതിന്റെ മുമ്പ് തന്നെ കുരിശിൽ തറച്ചു എന്നോ ഒക്കെയുള്ള ഒരു വാദത്തിനും യാതൊരു നിലക്കുമുള്ള പ്രസക്തിയും ഇല്ല. മറിച്ച് അല്ലാഹു തആല ഖണ്ഡിതമായി പറയുന്നത്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർക്ക് കൊല്ലാൻ കിട്ടിയിട്ടില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് ആളെ രൂപസാദൃശ്യമാക്കപ്പെടുകയാണ് ഉണ്ടായത്. ആരെയോ ഒരാളെ അവർ കുരിശിൽ കയറ്റിയിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ അത് ഒരിക്കലും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്ല, മറ്റൊരാളെയാണ് അവർക്ക് രൂപസാദൃശ്യം തോന്നിയത് കൊണ്ട് അവരങ്ങനെ ചെയ്തത്. ഖുർആൻ അത് ഖണ്ഡിതമായി തന്നെ പറഞ്ഞ ഉടനെ പറയുന്നു, വഇന്നൽ ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമായിട്ടുള്ള കക്ഷികൾ ഇപ്പോഴും സംശയത്തിൽ തന്നെയാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ല ഇത്തിബാഅൽ ളന്ന്, ആ കക്ഷികൾക്കൊന്നും തന്നെ അതിനെപ്പറ്റി ഊഹങ്ങളെ പിൻപറ്റുന്നു എന്നതല്ലാതെ ഒരു വിവരവുമില്ലാതെ സംസാരിക്കുകയാണ്. ഒരു വിവരവും അവർക്ക് ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ചില്ല. ഒരു വിവരവുമില്ലാതെ ഊഹാപോഹങ്ങളാണ് അവർ സംസാരിക്കുന്നത്. വമാ ഖതലൂഹു യഖീനാ, ഉറപ്പായും അല്ലാഹു പറയുന്നു, ഉറപ്പായും അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല. ബർ റഫഅഹു അല്ലാഹു ഇലൈഹി, പിന്നെ എന്താണ് അല്ലാഹു ചെയ്തത്? തന്നിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയിരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ
അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ നിലക്ക് റബ്ബിന്റെ അടുത്തേക്ക് ഉയർത്തിയതാണ്. വകാന അല്ലാഹു അസീസൻ ഹകീമാ, അല്ലാഹു വളരെയേറെ പ്രതാപശാലിയാണ്. അവൻ യുക്തിയുള്ള, എല്ലാത്തിന്റെയും കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അഗാധമായ ജ്ഞാനമുള്ള നാഥനുമാകുന്നു. സൂറത്തുൻ നിസായിലെ 157, 158 ആയത്തുകളിൽ അല്ലാഹു വളരെ ഖണ്ഡിതമായിട്ട് ഇക്കാര്യം പറയുമ്പോൾ അതാ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർക്ക് കൊല്ലാൻ കിട്ടിയിട്ടില്ല. അത്ഭുതകരമായ നിലക്ക് റബ്ബ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതാണ്, റബ്ബിന്റെ അടുത്തേക്ക് ഉയർത്തിയതാണ്. ഇവിടെ പലരും പല സംശയങ്ങളും പറയാറുണ്ട്. അത് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉയർത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജഡത്തോടുകൂടി ഉയർത്തി എന്നതിന് അർത്ഥമില്ല. അദ്ദേഹം മരിച്ചിട്ടുണ്ട്, അദ്ദേഹം സ്വാഭാവികമായ മരണം മരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഉയർത്തി എന്നതാണ് ഉദ്ദേശം എന്നുമൊക്കെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തി എന്ന് പറയുമ്പോൾ അത് ജഡത്തോടുകൂടെയും ആത്മാവോടുകൂടെയുമുള്ള ഉയർത്തലാണ് എന്നതിൽ സംശയിക്കേണ്ടതില്ല. കാരണം ഖുർആൻ അതിന്റെ മുമ്പുള്ള കാര്യങ്ങളിൽ എന്താണ് പറഞ്ഞത്? വമാ ഖതലൂഹു, അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല. വമാ സ്വലബൂഹു, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടുമില്ല എന്നിങ്ങനെ അല്ലാഹു പറഞ്ഞിട്ട് ശേഷം വമാ ഖതലൂഹു യഖീനാ, ഉറപ്പാണ് അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല. അവിടെയും ഒരു ഹു എന്ന പ്രയോഗമില്ലേ? ഖതലൂഹു വമാ ഖതലൂഹു, അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല എന്ന് പറയുന്ന അദ്ദേഹം എന്ന് പറയുമ്പോൾ അവിടെ ജഡവും ആത്മാവും ഒന്നിച്ചല്ലേ ഉദ്ദേശിക്കപ്പെടുന്നത്? ഉടനെയല്ലേ റബ്ബ് പറയുന്നത് ബർറഫഅഹുല്ലാഹു ഇലൈഹി, എങ്കിലും റബ്ബ് അദ്ദേഹത്തെ റഫഅഹു, അവിടെയും ഒരു ഹു ഉണ്ട്. അതിന്റെ മുന്നോടിയായും കുറെ ഹു എന്ന് വന്നു കഴിഞ്ഞു. ഈ അദ്ദേഹത്തെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിനെ മാത്രമാണ് ഉയർത്തിയത് എന്ന് എന്തിനു പറഞ്ഞൊപ്പിക്കണം? മാത്രമല്ല, ആത്മാവിനെയാണ് അല്ലാഹു ഉയർത്തിയതെങ്കിൽ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ എന്ത് അത്ഭുതമാണിരിക്കുന്നത്? എല്ലാ മനുഷ്യരെയും അതാ മരണത്തിന്റെ ശേഷം ആത്മാവ് ഉയർത്തപ്പെടുക തന്നെയല്ലേ? എങ്കിൽ പിന്നെ ഈസ നബി അലൈഹിസ്സലാമിന്റെ മാത്രം ആത്മാവിനെ ഉയർത്തി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഒരു ദുർവ്യാഖ്യാനത്തിന്റെയും പിന്നാലെ പോകാതെ മുസ്ലിമീങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു, മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം അത്ഭുതമാണ്. ജനനം പിതാവില്ലാതെയാണല്ലോ. അതേ അവസ്ഥ, അതേ രൂപത്തിൽ തന്നെ മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തു നിന്ന് പോയതെങ്ങനെയാണ്? അല്ലാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തിയതാണ്. ഏതവസ്ഥയിലാണ് ഉയർത്തിയത്? എവിടെയാണിപ്പോൾ? മുകളിൽ ആകാശത്തുള്ളത്. എങ്ങനെയാണ് മഹാനവറുകളുടെ ജീവിതം? അതൊന്നും നമുക്ക് ഖുർആനിലില്ല, ഹദീസിലില്ല. അതുകൊണ്ട് നമുക്കതിന്റെ പിന്നാലെ പോയി മറ്റേതെങ്കിലും വ്യാഖ്യാനങ്ങളോ മറ്റേതെങ്കിലും വിവരണങ്ങളോ നടത്താനൊട്ട് പാടുള്ളതുമല്ല. അല്ലാഹു ഉദ്ദേശിക്കുന്ന ഇടത്ത്, അല്ലാഹു ഉദ്ദേശിക്കുന്ന സംവിധാനങ്ങളോടെ മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് കാണാത്തൊരിടത്ത് ആകാശലോകത്ത് അല്ലാഹു പ്രത്യേകം എവിടെയാണോ അവിടെ അല്ലാഹു ഉദ്ദേശിച്ച സ്ഥാനത്ത് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അതാ ആ മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരും. അദ്ദേഹത്തിന്റെ വരവ് തന്നെയും അന്ത്യനാളിന്റെ ഒരു ലക്ഷണമാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ തന്നെ നമുക്ക് ആ സൂചന കാണാം. സൂറത്തു സുഹ്റുഫിലെ 61-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വഇന്നഹു ലഇൽമുൽ ലിസ്സാഅതി, വഇന്നഹു നിശ്ചയമായും ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, നിശ്ചയമായും ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ലഇൽമുൽ ലിസ്സാഅതി, അദ്ദേഹം അന്ത്യനാളിന്റെ ഒരടയാളം തന്നെയാണ്. അന്ത്യനാളിനെ അറിയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു ഖിറാഅത്ത് കൂടിയുണ്ട്, അഥവാ മറ്റൊരു നിലക്കും ഈ ആയത്തിന് വായനയുണ്ട്. അതെന്താണ്? വഇന്നഹു ലഅലമുൽ ലിസ്സാഅതി, വഇന്നഹു ലഅലമുൽ ലിസ്സാഅതി, അദ്ദേഹം അന്ത്യനാളിന്റെ ഒരു അടയാളം തന്നെയാണ്, അന്ത്യനാൾ അറിയിക്കുന്ന ഒരു പതാകയാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വന്നാലും രണ്ടായാലും ശരിയാണ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടേക്ക് രണ്ടാമതും വരാതെ അന്ത്യനാൾ
സംഭവിക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള സൂചന കൃത്യമായി തന്നെ അതാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ആയത്തേതാണ്. وَإِن مِّنْ أَهْلِ الْكِتَابِ إِلَّا لَيُؤْمِنَنَّ بِهِ قَبْلَ مَوْتِهِ وَيَوْمَ الْقِيَامَةِ يَكُونُ عَلَيْهِمْ شَهِيدًا. അതാ നമുക്ക് വളരെ കൃത്യമായി ഇമാം ബുഖാരിയെ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അവർ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇനിയും ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്നും അദ്ദേഹത്തിന്റെ ഇവിടെയുള്ള പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ വിശദീകരിച്ചതിന്റെ ശേഷം അതിന് ബലകമായ തെളിവായി കൊണ്ട് ഓതിയത് സൂറത്തുൻ നിസായിലെ നിങ്ങൾ ആദ്യം കേട്ട 157, 158 ആയത്തിന്റെ തുടർച്ചയായി വന്ന വഇം മിൻ അഹ്ലിൽ കിതാബ് എന്ന് തുടങ്ങുന്ന ആയത്താണ്. എന്താണ് അതിൽ അല്ലാഹു പറയുന്നത്? വഇം മിൻ അഹ്ലിൽ കിതാബി, ഒരു വേദക്കാരുമില്ല, അത് യഹൂദിയാവട്ടെ നസറാനിയാവട്ടെ, ഇല്ലാ ലയുഅ്മിനന്ന ബിഹി, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കാതെ മരിക്കൂല. ഖബല മൗതിഹി, ഈസാ നബിയുടെ വഫാത്തിന് മുമ്പ്, അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യനാളിന്റെ മുന്നോടിയായിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് അന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദിയാവട്ടെ നസറാനിയാവട്ടെ അവന് ബോധ്യമാകും ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ചതൊക്കെ തെറ്റായിരുന്നു. ഈസാ അലൈഹിസ്സലാമിനെ കുരിശിലേറ്റി എന്ന് ഞങ്ങൾ വാദിച്ചത് തെറ്റായിരുന്നു. കൊന്നു എന്ന യഹൂദിയുടെ വാദവും തെറ്റായിരുന്നു. ആ വാദങ്ങളൊക്കെ തെറ്റായിരുന്നുവെന്നും സത്യത്തിന്റെ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമെന്നും അദ്ദേഹമാണ് നേതാവെന്നും ആ നിലക്ക് അദ്ദേഹത്തിൽ വിശ്വസിച്ചുകൊണ്ടല്ലാതെ ഒരു യഹൂദിക്കും ഒരു നസ്രാനിക്കും മരിക്കാനാവില്ല. വഇം മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബല മൗതിഹി, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തിന്റെ മുമ്പ് തന്നെ ഈസാ നബിയിൽ വിശ്വസിക്കാതിരിക്കാൻ ആ കാലഘട്ടത്തിലെ യഹൂദി നസ്രാനികൾക്ക് സാധ്യമല്ല. മാത്രമല്ല വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ, നാളെ ഖിയാമത്ത് നാളിൽ ഇവർക്കെതിരെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിന്റെ മുമ്പിൽ സാക്ഷിയുമായിരിക്കുന്നതാണ്. യഹൂദികൾക്കെതിരെ നസറാനികൾക്കെതിരെ റബ്ബിന്റെ കോടതിയിൽ അവിടുന്ന് സാക്ഷിയായിട്ടും വരുന്നതാണ് എന്നാണ് ആയത്തിന്റെ അവസാന ഭാഗം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ആയത്തിലും നമുക്ക് മനസ്സിലാകുന്നു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായിട്ടില്ല. അന്ത്യനാളിന്റെ മുന്നോടിയായി മഹാനവറുകൾ വരാനുണ്ട്. അതിലാർക്കും സംശയം വേണ്ട, അതിലാർക്കും ഒരു സംശയവും വേണ്ടതില്ല. ആ രൂപത്തിൽ അതാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ചില ആളുകൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മരിപ്പിച്ചേ അടങ്ങൂ എന്ന് വാദിക്കുന്ന കക്ഷികളുണ്ട്. അവർ ഈസാ നബിയുടെ ഖബർ സിലോണിലുണ്ട്, ശ്രീലങ്കയിലുണ്ട് എന്നൊക്കെ പറയുന്നുമുണ്ട്. അത് ഖാദിയാനികളാണ്. കാരണം ഖാദിയാനികൾക്ക് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മരിപ്പിച്ചിട്ട് വേണം അവർക്ക് മസീഹായിട്ട് രംഗത്ത് വരാൻ. മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, ആ കള്ളപ്രവാചകനതാ അയാൾ വാദിക്കുന്നുണ്ട് അവസാന കാലത്ത് വരാനിരിക്കുന്ന ഈസാ ഇബ്നു മറിയം ഞാനാണ്, അവസാന കാലത്ത് വരാനിരിക്കുന്ന ഈസാ ഇബ്നു മറിയം ഞാനാണ്, ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഖാദിയാനിൽ വന്ന കള്ളപ്രവാചകനായ മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി അയാൾക്കൊരു നിർബന്ധമുണ്ട്, ഈസാ നബിയെ മരിപ്പിക്കണം. ഒറിജിനൽ ഈസാ നബിയെ മരിപ്പിച്ചാലല്ലേ ഈ കള്ളന് രംഗത്ത് വരാൻ പറ്റൂ. അതുകൊണ്ട് അവൻ അത് വാദിച്ചിട്ടുണ്ട്. എത്ര വിഡ്ഢികളാണ് അവന്റെ പിന്നാലെ കൂടിയത്. എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും പിന്നാലെ കൂടാൻ ആളുണ്ടാകും എന്നതിന് ഇതിലപ്പുറം തെളിവ് വേണോ? ഈസാ ഇബ്നു മറിയം നിങ്ങളിൽ ഇറങ്ങി വരും എന്നല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? ഇവൻ മറിയമിന്റെ പുത്രൻ ഈസയാണോ? അല്ല, ഇവൻ പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലെ ഖാദിയാൻ ഗ്രാമത്തിൽ മുർത്തസ അലിയുടെയും ചിറാഗ് ബീവിയുടെയും മകനായി ജനിച്ച മിർസാ ഗുലാം അഹ്മദ് അല്ലേ? ഇവൻ എങ്ങനെ ഈസാ ഇബ്നു മറിയമാകും? എന്നിട്ടും അനുയായികളെ കിട്ടിയില്ലേ? ഞാനാണ് ഈസാ ഇബ്നു മറിയം എന്ന് പറഞ്ഞപ്പോൾ കുറെ ഖാദിയാനികളെ അവനും കിട്ടിയില്ലേ? അതാണ് പിശാച് ഒരു വിഭാഗത്തെ അങ്ങ് പിഴപ്പിക്കാൻ കൊണ്ടുപോയാൽ
ബുദ്ധി അങ്ങ് പണയം വെച്ച് പിഴച്ചു പോകും ആളുകള്. അതിന്റെ തെളിവാത്. അങ്ങനെ ഒരുപാട് വാദക്കാര് രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇപ്പൊ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായിട്ടില്ല. ആകാശലോകത്ത് മഹാനവറുകളുണ്ട്. ഇനി അവസാന കാലഘട്ടത്തിൽ മഹാനവറുകൾ ഇറങ്ങി വരും. ഇറങ്ങുന്ന സ്ഥലം വരെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അത്ഭുതകരമാണ് പ്രിയപ്പെട്ടവരെ. ഇറങ്ങുന്ന സ്ഥലം പറഞ്ഞു, ഇറങ്ങുന്ന സമയം പറഞ്ഞു, ഇറങ്ങി വരുമ്പോഴുള്ള ശാരീരികമായ രൂപം പറഞ്ഞു. എത്ര കൃത്യമായിട്ടാണ് അവിടുത്തെ വിവരണങ്ങൾ. ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാ, വൈറ്റ് മിനാരത്തിന്റെ സമീപത്ത് ഇറങ്ങും. വെള്ള മിനാരത്തിന്റെ സമീപത്താണ് മഹാനവറുകൾ ഇറങ്ങുക. എവിടെയായിരിക്കും ആ വെള്ള മിനാരം? ശർഖി ദിമഷ്ക്, ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വൈറ്റ് മിനാരത്തിന് സമീപത്ത് മഹാനവറുകൾ ഇറങ്ങും. ആ വൈറ്റ് മിനാരം ഏതാണ്? ഇന്നും നമുക്കതാ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ അവിടെ ഇപ്പോഴും ആ പേരിലതാ ഇപ്പോഴും ഒരു ജീസസ് മിനാറത്തി എന്ന പേരിൽ, അതുപോലെ തന്നെ അൽ മനാറത്തുൽ ബൈളാ എന്ന അറബിയിൽ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോഴും അവിടെ വെള്ള മിനാരത്തോടു കൂടിയുള്ള ഒരു പള്ളി കാണാം. അല്ലാഹു അഅലം അതേ മിനാരം തന്നെയാണോ, അതോ ഇനി ആ സ്ഥാനത്ത് ആ കാലഘട്ടത്തിലേക്ക് മറ്റൊരു വെളുത്ത മിനാരം ഉണ്ടാക്കപ്പെടുമോ നമുക്കറിയില്ല. അല്ലാഹുവാണ് അറിയുന്നവൻ. എന്തായാലും ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തതാ വൈറ്റ് മിനാരത്തിന്റെ വെളുത്ത മിനാരത്തിന്റെ സമീപത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. ബൈന മഹ്റൂദത്തൈൻ, അദ്ദേഹത്തിന്റെ ചുമലിൽ 2 കുങ്കുമവർണ്ണത്തിലുള്ള അതല്ലെങ്കിൽ മഞ്ഞവർണ്ണത്തിലുള്ള 2 പുതപ്പുകളുണ്ട്. വാളിഅൻ കഫൈഹി, അദ്ദേഹത്തിന്റെ ഇരു കൈകളും അദ്ദേഹം വെച്ചിട്ടുണ്ടാകും. ഹദീസിൽ അദ്ദേഹം ഇറങ്ങി വരുന്ന രൂപം പറയുകയാണ്. വാളിഅൻ കഫൈഹി അലാ അജ്നിഹതി മലകൈൻ, 2 മലക്കുകളുടെ ചിറകുകളിന്മേൽ കൈവച്ചുകൊണ്ടാണ് മഹാനവറുകൾ ഇറങ്ങി വരിക. ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ രൂപം പറയുന്നു. ഇദാ റഅസഹു ഖതറാ, അവിടുത്തെ തലയങ്ങ് താഴ്ത്തിയാൽ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം മിറ്റി വീഴും. വഇദാ റഫഅഹു അദാ തഹദ്ദറ മിൻഹു ജുമാനുൻ കല്ലുഉലുഇ, തലയങ്ങ് ഉയർത്തിയാലോ അതിൽ നിന്ന് മുത്തുമണികളെ പോലെയുള്ള അതാ തുള്ളികൾ ഇങ്ങനെ ഇറ്റി വീഴുന്നു. നനവുണ്ടായിട്ടല്ല, അത്ഭുതകരമായ നിലക്കുള്ള ഒരു പ്രത്യേകത പറയുകയാണ്. റജുലുൻ മർബൂൾ, അതാ മറ്റൊരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ ബൈനി വബൈന ഈസാ നബിയുൻ, എനിക്കും ഈസക്കും ഇടയിൽ ഒരു നബി വന്നിട്ടില്ല, നബി വരാനില്ല. വഇന്നഹു നാസിലുൻ, അദ്ദേഹം നിശ്ചയം അദ്ദേഹം ഇറങ്ങുന്നതാണ്. ഫഇദാ റഅയ്തുമൂഹു, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഫഅരിഫൂഹു, നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ പറഞ്ഞു തരാം. രൂപത്തിൽ നിന്ന്, ആകൃതിയിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, സ്വഭാവ വിശേഷണങ്ങളിൽ നിന്ന്, നിറത്തിൽ നിന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. റജുലുൻ മർബൂൾ, ഒത്ത ശരീരമുള്ള ഒരാളാണ്. ഇലൽ ഹുംറതി വൽ ബയാദ്, ശരീരത്തിന്റെ കളറാവട്ടെ വെളുപ്പും ചുവപ്പും ഒക്കെ കലർന്ന ഒരു ഭംഗിയുള്ള കളറാണ്. യൻസിലു ബൈന മുമസ്സറതൈനി, കുങ്കുമവർണ്ണമുള്ള പീതവർണ്ണമുള്ള 2 വസ്ത്രങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് 2 വസ്ത്രങ്ങൾ ആ നിലക്കുണ്ടാകും. കഅന്ന റഅസഹു യഖ്തുറു, തലയിൽ നിന്ന് വെള്ളമിറ്റും പോലെ തോന്നും. വഇല്ലം യുസിബുഹു ബലലുൻ, ഒരു നനവും ബാധിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ നമുക്ക് തോന്നിപ്പോകും. നല്ല കറുത്ത മുടിയഴകുള്ള, നല്ല രൂപത്തിൽ നല്ല തിളങ്ങുന്ന മുടിയോടുകൂടി അതാ സുന്ദരമായ വേഷത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നു. ആ ഇറങ്ങുന്ന സമയത്തെ പറ്റിയും അതാ ഹദീസിൽ വളരെ കൃത്യമായ റിപ്പോർട്ടുണ്ട്. എപ്പോഴാണ് മഹാനവറുകൾ ഇറങ്ങുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, ലോകത്തതാ അന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾ ദജ്ജാലിന്റെ ഫിത്നയിൽപ്പെട്ട്, ദജ്ജാലിന്റെ കുതന്ത്രങ്ങളിൽപ്പെട്ട്
ദജ്ജാൽ ഉണ്ടാക്കുന്നതായ കുഴപ്പങ്ങളിൽപ്പെട്ട് വല്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം, ദജ്ജാലുമായിട്ട് ഇനി പോരാട്ടമല്ലാതെ ഇനി നമുക്ക് നിവൃത്തിയില്ല എന്ന് പറയുന്ന സന്ദർഭം. അങ്ങനെ ദജ്ജാലുമായി പോരാടാൻ വേണ്ടി മുസ്ലിമീങ്ങളതാ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ ദജ്ജാലുമായി പോരാടാൻ ഒരുങ്ങുന്ന മുസ്ലിമീങ്ങൾ സുബഹി നിസ്കരിക്കാനായി സഫ് ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അന്നത്തെ ഇമാമായ മഹ്ദി, അന്നത്തെ മുസ്ലിമീങ്ങളുടെ നേതാവായ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിമീങ്ങളുടെ നായകനായി അന്ന് രംഗത്തുണ്ടാകുന്ന ഇമാം മഹ്ദി, ആ ഇമാം മഹ്ദിയാണ് അവരുടെ ഇമാമെന്ന് അദ്ദേഹം അതാ സഫുകൾ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സുബഹി നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതാ വബൈനമാഹും യഉദ്ദൂന ലിൽ ഖിതാൽ, അവരതാ ഇമാമുഹും റജുലുൻ സാലിഹുൻ, അവരുടെ അന്നത്തെ ഇമാമ് നല്ലവനായ ഒരു മനുഷ്യനാണ്. അതാണ് ഇമാം മഹ്ദിയെ കുറിച്ചുള്ള സൂചനയാണ് ഹദീസ്. ഫബൈനമാ ഇമാമുഹും, അവരുടെ ഇമാമ് ആയിരിക്കെ ഖദ് ഖദ്ദമ യുസല്ലി ബിഹിമുസ് സുബ്ഹ്, അവരെയും കൊണ്ട് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുകയാണ്. ആ മുന്നോട്ട് വന്നിരിക്കുന്നു. ആ സമയത്ത് ഇത് നസല അലൈഹിം ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ആ ഫജ്ർ നമസ്കാരത്തിന്റെ സമയത്താണ് വെള്ളമിനാരത്തിന്റെ സമീപം അതാ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇമാം കാണുന്ന നേരത്ത് ഫറജഅ ദാലികൽ ഇമാമു യൻഖുസു യംശിൽ ഖഹ്ഖറാ ലിയതഖദ്ദമ ഈസ, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനിച്ചുകൊണ്ട് മഹാനവറുകൾ ഇമാമത്ത് നിന്നോട്ടെ എന്ന നിലക്ക് ഇമാം അങ്ങ് പിറകോട്ട് മാറി നിൽക്കുന്നു. അദ്ദേഹം ഇമാമത്ത് നിൽക്കാതെ മാറിയിട്ട് അതാ ഇറങ്ങി വന്ന ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുന്നോട്ട് നീക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഇമാമിന്റെ രണ്ട് ചുമലുകൾക്കിടയിൽ ഈസാ അലൈഹിസ്സലാം തന്റെ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയും, തഖദ്ദം ഫസല്ലി, നിങ്ങൾ തന്നെ നിൽക്കൂ, നിങ്ങൾ തന്നെ നമസ്കരിക്കൂ, ഫഇന്നഹാ ലക ഉഖീമത്ത്, അതാ താങ്കൾക്കാകുന്ന ഇമാമിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞതാണ്, നിങ്ങൾ തന്നെ നിൽക്കണം. അങ്ങനെ അതാ അവരുടെ ഇമാമ് അവരെയും കൊണ്ട് നിസ്കരിക്കുന്നു. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഇമാമിനെ തുടർന്നുകൊണ്ട് ഇറങ്ങി വന്ന നേരത്തുള്ള ഫജ്ർ നമസ്കരിക്കുന്നു. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അതാ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ അതാ അദ്ദേഹം ഇറങ്ങി വന്നുകൊണ്ട് ഈ പ്രത്യേകമായ നമസ്കാരത്തിലേക്ക് അങ്ങ് ഇമാമത്തിന് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അവരോട് പറയുന്നു, ഇമാം പറയും, തആൽ സല്ലിലനാ, വരൂ ഞങ്ങൾക്ക് നമസ്കരിച്ചു തരൂ എന്ന് പറയുമ്പോൾ ലാ, അദ്ദേഹം പറയും, ഇല്ല, ഇന്ന ബഅദകും അലാ ബഅദിൻ നുമറാ, നിങ്ങളിൽ ചിലർ ചിലർക്കുള്ള അമീർമാരാണ്, നിങ്ങളാണിപ്പോൾ നേതാവ്, ഈ ഉമ്മത്തിനെ പിൻപറ്റാനല്ലാതെ ഞാൻ വന്നിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് അതിന് എന്റെ ശേഷം ഒരു നബിയില്ല എന്നതിന് എതിരല്ലേ എന്ന് ചില കക്ഷികൾ ചോദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബി വരാനില്ല, അതിനെതിരല്ലേ ഇനിയും ഈസ നബി വരും എന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ ഈസാ നബിയെ മരിപ്പിക്കാൻ നോക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരും എന്നതും എനിക്ക് ശേഷം ഒരു നബിയില്ല എന്നതും തമ്മിൽ വൈരുദ്ധ്യമില്ല. എന്താണ് കാരണം? ഈസാ അലൈഹിസ്സലാം വരുന്നത് ഒരു സ്വതന്ത്രനായ നബിയായിട്ടല്ല, ഇഞ്ചീൽ കൊണ്ട് ഭരിക്കാനുമല്ല, പുതിയ ഒരു ശരീഅത്തുമായിട്ടുമല്ല, മറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്ത് കൊണ്ട് വിധിക്കാനാ വരുന്നത്. ഖുർആൻ കൊണ്ടാണ് ഈസ നബി അലൈഹിസ്സലാം ഭരണം നടത്തുക, ഹദീസ് കൊണ്ടാണ് അവിടുന്ന് ലോകത്തെ ഭരിക്കുക, ഇഞ്ചീൽ കൊണ്ടല്ല. കാരണം ഇഞ്ചീൽ എന്നേ ദുർബലപ്പെട്ടു പോയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തോടുകൂടി മുൻകഴിഞ്ഞിട്ടുള്ള പ്രവാചകന്മാർക്ക് ലഭിച്ചിട്ടുള്ള
വന്നിട്ടുള്ള സർവഗ്രന്ഥങ്ങളും മൻസൂഖായിട്ടുണ്ട്, ദുർബലമായി പോയിട്ടുണ്ട്. മറിച്ച് മഹാനവറുകൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കൈഫ അൻതും ഇദാ നസല ഫീകും ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ നിങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഫഅമ്മകും മിൻകും, അപ്പോൾ നിങ്ങളിൽ നിന്ന് തന്നെ അതാ ഒരാൾ നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുമ്പോൾ. മാത്രമല്ല മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങൾക്ക് നേതാവാവുക? അതും നമുക്ക് ഹദീസിൽ കാണാം. ഫഅമ്മകും ബികിതാബി റബ്ബികും, നിങ്ങളുടെ റബ്ബിന്റെ കിതാബ് കൊണ്ടാണ് അദ്ദേഹം വിധിക്കുക. വസുന്നത നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, അതുകൊണ്ടാണ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്രത്തോളം വന്നിറങ്ങിയപ്പോൾ ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വരെ മഹാനവറുകൾ സമ്മതിച്ചില്ലല്ലോ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? നിങ്ങൾ നിൽക്കൂ, നിങ്ങളുടെ പിന്നിൽ ഞാൻ തുടരട്ടെ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതേ ശരീഅത്തനുസരിച്ച് നിസ്കരിക്കുന്ന ഇമാമിന്റെ പിന്നിലാണ് ഈസ നബി അലൈഹിസ്സലാം നിസ്കരിക്കുന്നത്. മഹാനവറുകൾക്ക് അല്ലാഹു കൊടുത്ത വഹിയുടെ നിസ്കാരമല്ല. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തും നിസ്കാരമുണ്ട്, നോമ്പുണ്ട്. പക്ഷേ ഇന്നത്തെ പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇസ്ലാമികമായ ശരീഅത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട നിയമങ്ങൾ ഈ ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും അത് ദഅവത്ത് നടത്താനും അതിന്റെ പ്രബോധനത്തിനും പ്രചരണത്തിനും വേണ്ടി തന്നെയാണ് ഇനിയും ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. അത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാത്രമല്ല, ലോകത്തിന് ഏതെങ്കിലും ഒരു നബിമാരിങ്ങോട്ട് വരികയാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം അല്ലെങ്കിൽ നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു പ്രവാചകന്മാർ ഈ ലോകത്ത് വരികയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ എല്ലാവരുടെയും ബാധ്യത എന്താ? ആ നബിയെ പിൻപറ്റണം എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റണം എന്ന കരാറ് എല്ലാ അമ്പിയാക്കളോടും അല്ലാഹു എടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അതിന്റെ സൂചന കാണാം. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൽ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന ഖാല അഖറർതും വഅഖദതും അലാ ദാലികും മിസ്രീ قالوا وقررنا قال فاشهدوا وأنا معكم من الشاهدين فمن تولى بعد ذلك فأولئك هم الفاسقون. ഞാനതിന്റെ വിശദവിവരണങ്ങളിലേക്ക് കടക്കുന്നില്ല, ചുരുക്കി പറയട്ടെ. അല്ലാഹു സർവ്വാമ്പിയാക്കളോടും ഒരു കരാർ എടുത്തിട്ടുണ്ട്. അതെന്താ കരാറ്? എന്താ അല്ലാഹ് എല്ലാ നബിമാരോടും എടുത്ത കരാറ്? നിങ്ങൾക്ക് വേദഗ്രന്ഥവും അതുപോലെ തന്നെ കിതാബും ഹിക്മത്തും ഒക്കെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടും പിന്നീട് നിങ്ങളുടെ ഗ്രന്ഥങ്ങളെയൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ആ പ്രവാചകനെ വിശ്വസിച്ചോളണം, ആ പ്രവാചകനെ സഹായിച്ചോളണം. തയ്യാറാണോ എന്ന ചോദ്യത്തിന് സർവ്വ അമ്പിയാക്കളും അഖ്റർനാ, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു. അപ്പൊ നോക്കൂ, നിങ്ങൾ എന്തിനാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്? ഇനി ഒരു നബി വരാനില്ലെന്ന വിശ്വാസത്തിന് വിരുദ്ധമല്ലേ ഇനിയും ഈസ നബി വരും എന്നത് എന്നാർക്കും തോന്നാതിരിക്കാനാണ്. കാരണം മറ്റൊരു സ്വതന്ത്ര ശരീഅത്തുമായിട്ടോ മറ്റൊരു സ്വതന്ത്ര നബിയായിട്ടോ അല്ല ഈസാ അലൈഹിസ്സലാം വരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന്റെ അനുയായിയായിട്ടും ആ ഖുർആനിന്റെ പ്രചാരകനായിട്ടും ആ ഹദീസുകളുടെ പ്രബോധകനായിട്ടും അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വക്താവായിക്കൊണ്ട് മാത്രമാണ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. നമ്മൾ ശരിക്ക് മനസ്സിലാക്കിയിരിക്കണം. കാരണം പിശാച് വസ്വാസ് ഉണ്ടാക്കാതിരിക്കാൻ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന് ചെയ്യാനുള്ള ആദ്യത്തെ ഡ്യൂട്ടി? എന്താണ്? ദജ്ജാലിനെ വധിക്കലാണ്. ദജ്ജാൽ മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കി കുറെ അനുയായികളെയും കൊണ്ട് അവൻ ഊരു ചുറ്റുകയാണ്. രാജ്യമൊട്ടാകെ അവന്റെ തേരോട്ടം നടന്നിട്ടുണ്ട്. അവന്റെ കൂടെ യഹൂദികൾ 10,000 യഹൂദികളാണ്, ധാരാളക്കണക്കിന് യഹൂദികളാണ് അവന്റെ പിന്നാലെയുള്ളത്. അതുപോലെ തന്നെ സമൂഹത്തിലെ സ്ത്രീജനങ്ങളാണ് അവന്റെ പിന്നാലെയുള്ളത്. അത്ഭുതം കണ്ടാൽ പിന്നാലെ കൂടലാണല്ലോ.
ദുർബല ഹൃദയന്മാരുടെ പരിപാടി. അത്ഭുതം കാണുമ്പോഴേക്ക്, അത്ഭുതങ്ങൾ കാണുമ്പോഴേക്ക് അതാ ഉലിയയാണ്, തങ്ങളാണ്, ദൈവമാണ്, റബ്ബാണ് എന്നൊക്കെ പറയുന്ന മഠയന്മാര് ജീവിക്കുന്ന ദുനിയാവല്ലേ. അത് ശരിക്കും ദജ്ജാൽ ഉപയോഗപ്പെടുത്തുമെന്ന് നമ്മൾ വിവരിച്ചല്ലോ. ആ നിലക്ക് ജനങ്ങളെ പഴപ്പിച്ച് ഒരുപാട് അനുയായികളെ, യഹൂദികളെ ധാരാളവും. കാരണം അവരുടെ വിമോചകനല്ലേ ദജ്ജാൽ. അവരുടെ വിശ്വാസപ്രകാരം അവരുടെ വിമോചകനാണ്, അവരുടെ നായകനാണ് ദജ്ജാൽ. അതുകൊണ്ട് അവർ ധാരാളം പിന്നാലെയുണ്ട്. വേറെയും ദുർബലരായ വിശ്വാസികൾ അവന്റെ പിന്നാലെയുണ്ട്. മുഅ്മിനുകളൊക്കെ അടിയുറച്ച ഈമാനിൽ തന്നെ. ആ സന്ദർഭത്തിൽ അതാ ദജ്ജാൽ എന്തു ചെയ്യുന്നു? അവൻ അതാ പ്രത്യേകമായി ഫലസ്തീനിലെ ഈലിയ പർവ്വതത്തിന്റെ സമീപത്ത് പോയിട്ട് അവിടെയുള്ള മുസ്ലിമീങ്ങളെ അവൻ ഉപരോധിക്കുകയാണ്, മുസ്ലിമീങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്. ആ സന്ദർഭത്തിൽ അവിടെയുള്ള മുസ്ലിമീങ്ങൾ പരസ്പരം പറയും, ഇനിയും ഈ ധിക്കാരിയുടെ കാര്യത്തിൽ നമ്മൾ എന്താ നോക്കി നിൽക്കുന്നത്? ഇവനോട് നമുക്ക് പോരാടുക തന്നെ നിവൃത്തിയുള്ളൂ. ഒന്നുകിൽ നമുക്ക് മരണം കിട്ടും, അതല്ലെങ്കിൽ നമ്മൾ ജയിച്ചേക്കും. അതുകൊണ്ട് ഇനി പോരാട്ടം തന്നെ, യുദ്ധം തന്നെ എന്ന് തീരുമാനിച്ചിട്ട് നാളത്തെ പ്രഭാത സുബഹി നിസ്കാര ശേഷം ഇവനോട് ഇനി പോരാട്ടം തന്നെ എന്ന് മുസ്ലിമീങ്ങൾ തീരുമാനമെടുത്തതാ. അവരങ്ങനെ നിൽക്കുന്ന നേരത്തവിടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്തുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്തുന്നു. അതാ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫജ്റിന്റെ ശേഷം ചെന്നിട്ട് ദജ്ജാലും അവന്റെ പരിവാരങ്ങളും ഉപരോധമേർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങ് ചെന്നിട്ട് മുസ്ലിമീങ്ങളോട് പറയും, ഇഫ്തഹുൽ ബാബ്. ദജ്ജാലും അവന്റെ അനുയായികളും ഇരിക്കുന്ന ആ പ്രത്യേക സ്ഥലത്തിന്റെ കവാടം അങ്ങ് തുറക്കൂ. കവാടം തുറക്കാൻ ആവശ്യപ്പെടും. അതാ ബലമായി കൊണ്ട് ആ കവാടം അങ്ങ് തുറക്കപ്പെടുകയാണ്. ആ വാതിലങ്ങ് തുറക്കപ്പെടുകയാണ്. തുറക്കപ്പെടുന്ന നേരത്തതാ അതിന്റെ പിന്നില്ലതാ ദജ്ജാൽ ഇരിപ്പുണ്ട്. ദജ്ജാലിന്റെ കൂടെ 70,000 യഹൂദികൾ അവന്റെ അനുയായികളായിട്ടുണ്ട്. സാധാരണ അനുയായികളല്ല. കുല്ലുഹും ദൂ സൈഫിൻ മുഹല്ലാ വസാജ്. എല്ലാവരും ആയുധമണിഞ്ഞിട്ടുണ്ട്. സർവ യഹൂദിയുടെ കയ്യിലും ആയുധമുണ്ട്. എല്ലാ നിലക്കും അവൻ യുദ്ധത്തിന് സജ്ജനായിക്കൊണ്ട് പടയങ്കിയും പ്രത്യേക വസ്ത്രവും ധരിച്ച്, യഹൂദിക്ക് ധരിക്കാനുള്ള പ്രത്യേക യൂണിഫോമും ആയുധങ്ങളുമായി കൊണ്ട് ദജ്ജാലിന്റെ പിന്നിൽ അവരങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫൈദാ നദറ ഇലൈഹി ദജ്ജാൽ. ദജ്ജാൽ ഈസാ നബിയെ കാണുമ്പോഴേക്ക് തന്നെ ദാബാവൻ ഉരുകാൻ തുടങ്ങും. അവന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ വേറൊരു കാര്യം കൂടെയുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവിൽ അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസങ്ങൾക്കൊരു പ്രത്യേക ഗന്ധമുണ്ടെന്നാണ് റസൂലുള്ള പറയുന്നത്. ഒരത്ഭുതമാണതും. മഹാനവറുകളുടെ ആ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗന്ധം മുഅ്മിനിനൊരു തകരാറും വരുത്തൂല. അതേ അവസരത്തിൽ ഏത് കാഫിറിനത് അനുഭവപ്പെട്ടോ ഇല്ലാ മാതാ, അവൻ മരിച്ചു പോകാതിരിക്കില്ല. വനഫസുഹു യൻതഹി ഹൈസു യൻതഹി തറഫുഹു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണെത്തുന്ന ദൂരത്തേക്കൊക്കെ ഈ ഗന്ധവും എത്തുമെന്നാണ് ഹദീസിൽ കാണുന്നത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, അതിന്റെ സമീപത്തേക്ക് എത്തുമ്പോഴേക്ക് തന്നെ ഇത്രകാലം ഞാൻ റബ്ബാണെന്ന് വാദിച്ച, ഇത്രകാലം ഞാൻ വലിയ നേതാവാണെന്ന് വാദിച്ച, ഇത്രകാലം ഞാൻ വലിയ പോരാളിയാണ്, എന്നെ അനുസരിച്ചോളണം, ഞാനാണ് ജീവിപ്പിക്കുന്നത്, ഞാനാണ് മരിപ്പിക്കുന്നത്, എന്റെ കയ്യിലാണ് സ്വർഗം, എന്റെ കയ്യിലാണ് നരകമെന്നൊക്കെ ഗിർവാണം മുഴക്കി നടന്ന ദജ്ജാലതാ കലീമുല്ലാഹ് അതാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുമ്പോഴേക്ക് അവന്റെ ശക്തിയതാ ദുർബലമായി തുടങ്ങുന്നു. അവൻ പേടിച്ച് വിറക്കുകയായി. ഫദാബ, അവൻ ഉരുകുന്നു. കമാ യദൂബുൽ മിൽഹു ഫിൽ മായി.
ഉപ്പ് വെള്ളത്തിൽ ലയിക്കും പോലെ അവന്റെ ശക്തി ക്ഷയിക്കാൻ പോകുന്നു. വയംതലിഖു ഹരിബാ, അവൻ പേടിച്ചോടുകയാണ്. ഇതുവരെ വലിയ വീരവാദം മുഴക്കിയവന് ഈസാ നബി അലൈഹിസ്സലാമിനെ കാണുമ്പോഴേക്ക് വീര്യം നശിച്ചു, അവന്റെ ശൗര്യം നശിച്ചു, അവന്റെ ധിക്കാരത്തിന്റെ അവസാനം കുറിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവന്റെ ദൗർബല്യം കൊണ്ട് പേടിച്ചവൻ ഓടുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവനെ പിന്തുടരുന്നു. പിന്തുടർന്ന് എവിടെ വെച്ചാണ് അവനെ കണ്ടുമുട്ടുന്നത്? ഫയുദിരികുഹു ഇൻദ ബാബിലുദ്ദിശ് ശർഖി, അതാ ആ ഭാഗത്ത് തന്നെയുള്ള, ഫലസ്തീനിൽ തന്നെയുള്ള കിഴക്കൻ മേഖലയിലെ ലുദ് എന്ന് പറയുന്ന വാതിലിന്റെ സമീപത്ത്, ലുദ് എന്ന പേരിലുള്ള ബാബുലുദ് എന്ന സ്ഥലത്താണ് അവനെ കണ്ടുമുട്ടുന്നത്. ഫയഖ്തുലുഹു, അവിടെ വെച്ച് ഈസാ നബി അവനെ കൊന്നുകളയുന്നു. ഈസാ നബി അലൈഹിസ്സലാം അവനെ കൊന്നുകളയും. അതിനെപ്പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഫൈദാ റആഹു അദുവുല്ലാഹി, അല്ലാഹുവിന്റെ ശത്രു ഈസാ നബിയെ കാണുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് ലയിക്കും പ്രകാരം അവൻ എങ്ങനെ ഉരുകാൻ തുടങ്ങും. അപ്പൊ നമുക്കൊരു സംശയമുണ്ടാകും, എന്ത്? ഫലൗ തറകഹു ലൻദാബ ഹത്താ യഹ്ലിക, എന്തിന് പിന്നെ കൊല്ലണം? അങ്ങനെ തന്നെ അങ്ങ് വിട്ടാ അവൻ അങ്ങ് നശിച്ചോളൂലേ? ശരിയാണ്, അങ്ങനെ തന്നെ അവനെ വിട്ടാൽ തന്നെ അവൻ നശിക്കുമായിരുന്നു. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം യഖ്തുലുഹു അല്ലാഹു ബിയദിഹി, അല്ലാഹു അതാ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൈകളിലൂടെ ദജ്ജാലിനെ കൊല്ലുന്നു. ഫയുരീഹിം ദമഹു ഫീ ഹിർബതിഹി, അവനെ കുത്തിക്കൊല്ലുന്ന കുന്തത്തിൽ ജനങ്ങൾക്ക് ഈസാ നബി കാണിച്ചു കൊടുക്കും, അവന്റെ ബ്ലഡ് കാണിച്ചു കൊടുക്കും, അവനെ കുത്തിക്കൊന്നടയാളം അവന്റെ ചോര കാണിച്ചു കൊടുക്കുമെന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു. എന്തിനാണിത്? അവന്റെ ദുർബലത ശരിക്കും അവന്റെ അനുയായികൾ അറിയാൻ. ഇത്രകാലം ഞാൻ റബ്ബാണെന്ന് പറഞ്ഞവനാണ്, ഞാനാണ് ജീവിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞവനാണ്, ഞാനാണ് മരിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞവനാണ്, എന്റെ കയ്യിലാണ് സ്വർഗനരകങ്ങൾ എന്ന് അവകാശപ്പെട്ടവനാണ്. അവൻ ഇത്രയും ദുർബലനാണല്ലോ, ഒന്നിനും കൊള്ളാത്തവനാണല്ലോ, നിസ്സഹായനാണല്ലോ, ഒരു കഴിവുമില്ലാത്തവനാണല്ലോ എന്ന മുസ്ലിമീങ്ങളുടെ ഈമാനങ്ങ് ദൃഢമാകുവാൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലുള്ള കേവലം ഒരു കുന്തം കൊണ്ട് തന്നെ കുത്തിക്കൊലപ്പെടുത്തിയിട്ട് ആ ബ്ലഡ് അതാ ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളിലേക്ക് ഉയർത്തി കാണിക്കുന്നു. ഇതൊക്കെയും ഹദീസുകളിൽ നമുക്ക് കാണാം. അതുകൊണ്ടും തീർന്നില്ല, അവന്റെ കൂടെയുള്ള ജൂതപ്പടയില്ലേ, അവന്റെ കൂടെയുള്ള ജൂതപ്പടയുടെ സ്ഥിതി എന്താണ്? അവരും തോറ്റോടാൻ ഒരുങ്ങുന്നു. ഇതുവരെ ദജ്ജാലിന്റെ അനുയായികളായി രംഗത്ത് വന്നിരുന്ന ആ ജൂതപ്പട അവർക്ക് രക്ഷയില്ലാതെ അവരോടുകയാണ്. അവർ സർവസ്ഥലത്തേക്കും അഭയം തേടുകയാണ്. എല്ലായിടങ്ങളിലേക്കും അവരിങ്ങനെ അഭയം തേടുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും യഹൂദി ഒളിച്ചിരിക്കാൻ നോക്കുന്നു. ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഒരു അത്ഭുതമുണ്ട്. ഫയഹ്സിമുല്ലാഹുൽ യഹൂദ്, ജൂതപ്പടയെ അല്ലാഹു അങ്ങ് പരാജയപ്പെടുത്തും. ഇത്രകാലം ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ശർറായി പ്രവർത്തിച്ച ജൂതന്മാർ ഇന്നും മുസ്ലിം ഉമ്മബങ്ങന്മാരുടെ എല്ലാവിധത്തിലുള്ള ചാരിത്രങ്ങളെയും നശിപ്പിക്കാനും മുസ്ലിം ചെറുപ്പക്കാരുടെ സാംസ്കാരികമായ ശുദ്ധിയെ തടസ്സപ്പെടുത്തുവാനും സിനിമകളിലൂടെ, സീരിയലുകളിലൂടെ, അതാ പല രൂപത്തിലുള്ള സംവിധാനങ്ങളിലൂടെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ ദുഷിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ യഹൂദികൾ, അല്ലാഹുവിന്റെ റസൂലിനെ വിഷം കൊടുത്ത യഹൂദികൾ, ഇസ്ലാമിനെ തകർക്കാൻ കച്ചകെട്ടിയിറങ്ങിയിട്ടുള്ള യഹൂദികൾ, ലോകം ഞങ്ങളുടെ കയ്യിലാണെന്ന് അഭിമാനിക്കുന്ന യഹൂദികൾ, ബൈത്തുൽ മുഖദ്ദസ് ഇന്നും കൈക്കലാക്കി അടക്കി വെച്ചിട്ടുള്ള യഹൂദികൾ, പല രൂപത്തിലുള്ള കുതന്ത്രങ്ങൾ കൊണ്ടും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ ഗൂഢപദ്ധതികൾ ആഗോളാടിസ്ഥാനത്തിൽ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്ന യഹൂദി, അവന്റെ പരാജയം. ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊന്നു കഴിഞ്ഞാൽ യഹൂദിക്ക് പിന്നെ നേതാവില്ലല്ലോ. ഇതുവരെ വിമോചകനായി കണ്ട ദജ്ജാലിന്റെ പണി തീർന്നു, അവന്റെ ജീവൻ പോയതവരെ കാണുകയാണ്. ഇനി അങ്ങോട്ടോടും കിട്ടാവുന്ന സ്ഥലത്തെല്ലാം യഹൂദി പോയി ഒളിക്കും.
70,000 യഹൂദി സർവായുധ സജ്ജരായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവരതാ ഓരോ സ്ഥലങ്ങളിൽ പോയി ഒളിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു അത്ഭുതം നടക്കുന്നു. ഫലാ യബ്ഖാ ശൈഉൻ മിമ്മാ ഖലഖല്ലാഹു അസ്സ വജല്ല യതവാറാ ബിഹി യഹൂദിയുൻ ഇല്ലാ അൻ തഖദാലിക ശൈഉ ലാ ഹജറ വലാ ശജറ വലാ ഹായിത വലാ ദാബത ഇല്ലാ അൽ ഗർഖദത ഫഇന്നഹാ മിൻ ശജരിഹിം ലാ തൻതിഖു ഇല്ലാ ഖാല യാ അബ്ദല്ലാഹിൽ മുസ്ലിം ഹാദാ യഹൂദിയുൻ വറായി ഫതആൽ ഉഖ്തുൽഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്താ പറയുന്നത്? യഹൂദി ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പിൻവലിയാൻ തുടങ്ങും. ഓരോ സ്ഥലത്തേക്ക് യഹൂദി ഓടി ഒളിക്കാൻ തുടങ്ങുമ്പോൾ അല്ലാഹ് സൃഷ്ടിച്ച ഈ ഭൂമിയിലെ ഒരു വസ്തുവുമില്ല. യഹൂദി അതിന്റെയൊക്കെ പിന്നിൽ പോയി മറഞ്ഞു നിൽക്കാനും ഒളിച്ചു നിൽക്കാനും നോക്കുമ്പോൾ ആ എല്ലാ വസ്തുക്കളും ലാ ഹജറ, ഒരു കല്ലുമില്ല, വലാ ശജറ, ഒരു വൃക്ഷവുമില്ല, വലാ ഹൈത, യഹൂദി പോയി ഒളിക്കുന്ന ഒരു മതിലുമില്ല, വലാ ദാബത, യഹൂദി പോയി ഒളിക്കുന്ന ഒരു ജീവിയോ ഒരു ജന്തുവോ ഇല്ല. എല്ലാ വസ്തുക്കളും വിളിച്ചു പറയുകയാണ് മുസ്ലിമീങ്ങളോട്, യാ അബ്ദല്ലാഹിൽ മുസ്ലിം, ഓ മുസ്ലിമായ സൈന്യത്തിന്റെ നായകരെ, തആൽ ഇങ്ങോട്ട് വരൂ, ഹാദാ യഹൂദിയുൻ വറായി, എന്റെ പിന്നിൽ ഇതാ ഒരു യഹൂദി ഒളിച്ചിരിപ്പുണ്ട്. കല്ലിന്റെ പിന്നിൽ യഹൂദി ഒളിച്ചിരിക്കുമ്പോൾ കല്ല് പറയുന്നു, മുസ്ലിമേ എന്റെ പിന്നിൽ ഒരു യഹൂദി ഇരിപ്പുണ്ട്. വൃക്ഷത്തിന്റെ മറവിൽ ഒരു യഹൂദി ഇരിക്കുമ്പോൾ മരം പറയും, മുസ്ലിമേ എന്റെ പിന്നിൽ ഒരു ജൂതനിരിപ്പുണ്ട്. മതിലിന്റെ പുറത്തൊളിക്കാൻ നോക്കുമ്പോൾ മതില് പറയും, എന്റെ പിന്നിൽ യഹൂദി ഇരിപ്പുണ്ട്. മൃഗത്തിന്റെ മറവിൽ നിൽക്കാൻ നോക്കുമ്പോൾ ആ മൃഗം പോലും വിളിച്ചു പറയും, ഹാദാ യഹൂദി, ഇതാ ഒരു ജൂതൻ എന്റെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് മുസ്ലിം പട്ടാളക്കാരെ, ഫതആൽ വന്നോളൂ, ഖുതുൽഹു, അവനെ കൊന്നോളൂ എന്ന് പറയാത്ത ഒരൊറ്റ വസ്തുവുമില്ല. ഇല്ലൽ ഗർഖദ, ഗർഖദത്ത് എന്ന പേരുള്ള വൃക്ഷമൊഴികെ അത് പറയൂല. ഫഇന്നഹാ മിൻ ശജരിഹിം, അത് യഹൂദികളുടെ മരമാണ്, അത് അവരുടെ മരമാണ്. ലാ തൻതിഖു, അത് സംസാരിക്കൂല, അത് മിണ്ടൂല. ഇത് കേൾക്കുമ്പോ മുസ്ലിമീങ്ങൾക്ക് പുച്ഛമാണ്. കല്ല് സംസാരിക്കുമെന്നോ മരം സംസാരിക്കുമെന്നോ? ഹദീസിൽ എന്ത് വന്നാലും എന്റെ യുക്തിക്കനുസരിച്ചുള്ളതല്ലാതെ വിശ്വസിക്കാൻ മാത്രം മഠയനൊന്നുമല്ല ഞാൻ. നിങ്ങൾ വിശ്വസിക്കുന്നവര് വിശ്വസിച്ചോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന മുസ്ലിം നാമധാരികളില്ലേ, അവർക്കൊക്കെ ഇതിനോട് പുച്ഛമാണെങ്കിലും യഹൂദിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ഹദീസിൽ വലിയ വിശ്വാസമുണ്ട്. യഹൂദിക്ക് ഇതിൽ വലിയ വിശ്വാസമുണ്ട്. യഹൂദിക്ക് വിശ്വാസമായി. യഹൂദി അതുകൊണ്ട് ഇന്നും അതാ ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ നട്ട് വളർത്തുന്ന ഒരു മരമുണ്ടെങ്കിൽ അത് ഓർക്കിഡ് മരമാണ്. ഇല്ലൽ ഗർഖദ, അത് ഗർഖദത്ത് മരം, അത് യഹൂദിക്ക് പ്രത്യേകമായി കാവൽ കൊടുക്കുന്ന മരമാണ്. അതുകൊണ്ട് യഹൂദി വിശ്വസിക്കുന്നു തങ്ങൾക്ക് രക്ഷ കിട്ടാൻ ഈ മരമേ ഉണ്ടാകൂ. അതുകൊണ്ട് ഈ മരം അവർ ഇസ്രായേലിൽ വളർത്തുന്നു. ഇന്നും നെറ്റിൽ ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു നോക്കൂ, ഓർക്കിഡ് അല്ലെങ്കിൽ അൽ ഗർഖദ എന്നടിച്ചു നോക്കിയാൽ ഫലസ്തീനിലെ ജൂതന്മാർ ഇന്നും ധാരാളമായി ഇസ്രായേലിൽ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ വൃക്ഷത്തിന്റെ ചിത്രസഹിതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നും കാണാം. അവർക്ക് അതിൽ വലിയ വിശ്വാസം, കാരണം അവരങ്ങനെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് യഹൂദി വിശ്വസിക്കാതിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, യഹൂദിയുടെ പാരമ്പര്യതാണ് സത്യം അറിഞ്ഞു മൂടി വെക്കുന്നവനായ യഹൂദി. കാരണം യഹൂദിക്കറിയാം, യഹൂദികള് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമെന്ന് തൗറാത്തിലൂടെ പഠിച്ചറിഞ്ഞ് ആ നേതാവ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് ശത്രുക്കളോട് പ്രഖ്യാപിച്ചിരുന്ന യഹൂദി അള്ളാഹുവിന്റെ റസൂൽ മദീനത്ത് വന്നപ്പോൾ ആ റസൂലുള്ളാഹിനെ വിശ്വസിക്കാൻ ഏറ്റവും മുന്നിൽ ചാടിപ്പുറപ്പെടേണ്ടിയിരുന്ന യഹൂദികൾ അവരാണല്ലോ ആദ്യമായി അവിശ്വസിച്ചത്. കാര്യം തിരിഞ്ഞാലും ആ തിരിഞ്ഞ കാര്യത്തെ മൂടിവെക്കുന്ന പാരമ്പര്യമാണ് യഹൂദിയുടേത് പണ്ടും. ഇപ്പോഴും അവർക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സത്യമാണ്, നബി തങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും, അതവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്നും അവർ ആ നാട്ടിൽ ഓർക്കിഡ് വളർത്തുന്നു. നമ്മൾ മനസ്സിലാക്കണം.
ആ പേരിലുള്ള ഒരു പ്രത്യേകമായ മുൾച്ചെടിയാണ്. ഗർക്കദത്ത് എന്ന പേരിലുള്ള ഒരു പ്രത്യേകമായ മുൾച്ചെടി, പ്രത്യേകമായ ഒരു മരം അവർ നട്ടു വളർത്തുകയാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ ബാബുലുദ്ധ് എന്ന് പറയുന്നതും ഇന്ന് നമ്മൾ അടിച്ചു നോക്കിയാൽ അത്ഭുതകരമാണ്. ഒരു പക്ഷേ എന്താണ്, എവിടേക്കാണ് ദജ്ജാൽ ഓടി രക്ഷപ്പെടാൻ പോകുന്നത് എന്നറിയില്ല. ബാബുലുദ്ധ് നോക്കിയാൽ ഇസ്രായേലിന്റെ എയർപോർട്ടാണ്. ഇസ്രായേലിന്റെ എയർപോർട്ട് മത്താറാണ്. അവരുടെ എയർപോർട്ടിന്റെ സ്ഥാനമായിട്ട് മുമ്പും മത്താറുള്ള സ്ഥാനവും അതുപോലെ തന്നെ എയർപോർട്ട് അടക്കമുള്ള പല സ്ഥലങ്ങളും തന്ത്രപ്രധാനമായ സ്ഥലമാണ് ലുദ്, ബാബുലുദ്. ഈ ദജ്ജാൽ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന കേന്ദ്രം ആ സ്ഥാനത്ത് വെച്ച് ബാബുലുദ്ദിൽ വെച്ചാണ് അവനെ പിടികൂടിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവന്റെ കഥ കഴിക്കുക എന്നൊക്കെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം കൂടി വരേണ്ടതാണ്, നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. ബാബുലുദ് എയർപോർട്ടാണ് എന്ന നിലക്കല്ല ഞാൻ സംസാരിക്കുന്നത്. ആയിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചേ തീരൂ. ഇറങ്ങുന്ന സമയം, ഇറങ്ങുന്ന രൂപം, ഇറങ്ങുന്ന സ്ഥലം, ഇറങ്ങുന്ന ആ രൂപത്തിലുള്ള വേഷം വരെ കൃത്യമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിൽ സംശയം ജനിപ്പിക്കുകയും വസ്വാസ് ഉണ്ടാക്കുകയും ചെയ്യുന്നവരുടെ അപശബ്ദങ്ങളെ മുസ്ലിമീങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്ന് മാത്രമാണ് എനിക്കതിനെ സംബന്ധിച്ച് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇനി മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഈ ദജ്ജാൽ വധവും അതുപോലെ തന്നെ യഹൂദികളെ തുരത്തി കഴിയലും അതുപോലെ തന്നെ അതിന്റെ ശേഷമാണ് ഇവിടെ യഅ്ജൂജ് മഅ്ജൂജ് രംഗത്ത് വരിക. യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ദുശക്തികൾ ഇനി ദജ്ജാലിന്റെ ശേഷം ലോകത്ത് കുഴപ്പമുണ്ടാക്കാൻ വരാനുണ്ട്. അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അതിന്റെ മുമ്പേ ആ രൂപത്തിൽ അവരുടെയും നാശം കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ രാജ്യത്ത് എന്താണ് ചെയ്യുന്നത്? പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ഭരണം, ഹദീസ് അനുസരിച്ചുള്ള ഭരണം, അതുപോലെ തന്നെ മഹാനവറുകൾ ചെയ്യുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ യഅ്ജൂജ് മഅ്ജൂജിന്റെ നാശവുമെല്ലാം ഉൾക്കൊള്ളുന്ന വിവരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത അവസരത്തിൽ വിശദീകരിക്കാം. സർവശക്തനായ നാഥൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അത് യഥാർത്ഥമായ നിലക്ക് ഗ്രഹിക്കുവാനും അതിനെ പിൻപറ്റുവാനും വിശ്വസിക്കുവാനും നമ്മുടെ വിശ്വാസത്തിന് തകരാറുകൾ സംഭവിക്കാതെ നമ്മുടെ ഈമാനിന് ഒരു ദുർബലതയും ബാധിക്കാതെ പടച്ച റബ്ബിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ലവരിൽ ഉൾപ്പെട്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.